ഇതേ എൻ്റെ വീട്ടിൽ CC പ്ലാന്റ് ആണേ. അപ്പോൾ അത് കണ്ടോ, എന്ത് വലിയ ലീഫും എന്തൊരു പച്ച കളറുമാണെന്ന് കണ്ടോ. വലിയ ലീഫും വലിയ തണ്ടുമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ എന്താ വളം കൊടുക്കുന്നതെന്നറിയോ? ഇത് ഫസ്റ്റ് നട്ടത് തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ നട്ടിരുന്നത്. ഇത് തൈ കൊണ്ടുവരുമ്പോൾ ഇത്രയോ ഇല്ലായിരുന്നു, ഇത്ര പോലും ഇല്ലാത്ത വലിപ്പമില്ലാത്ത തൈയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊരു 3 ലീഫ്, ഇത്രയും വലിപ്പവും ഇല്ല കേട്ടോ, ചെറിയതായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വളർച്ച ഒന്നും ഇല്ലാണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് റീപോർട്ട് ചെയ്തു. ഇതിൽ ഈ ചട്ടിയിൽ തന്നെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രം മിക്സ് ചെയ്തിട്ടാണ് നട്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു തൈയിൽ നിന്നാണ് പിന്നെ ഞാൻ ഈ തൈകൾ മൊത്തം മാറ്റി നട്ടത്. ഒരുപാട് തൈകൾ അതിൽ നിന്ന് പിന്നെ ഉണ്ടായി. പിന്നെ ഇതായിപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് തൈകളിൽ നിന്ന് മാത്രം, ആ കിഴങ്ങ് പിരിച്ച് നട്ടാൽ മാത്രമല്ല, ഇലയിൽ നിന്നും പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പം ഞാനും അതുപോലെ തന്നെ ഒരു ലീഫ് എടുത്തിട്ട് ഇതിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ചകിരിച്ചോറിലേക്ക് തന്നെ കുത്തി കൊടുത്തതാണ് കേട്ടോ. ഇതുണ്ടോ, കാണുന്നുണ്ടോ ലീഫ്? ഇല കുത്തി കൊടുത്തതാണ്. ഇതൊന്ന് നമുക്ക് എടുത്ത് നോക്കാം, വേര് വന്നോ കിഴങ്ങ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എടുത്ത് നോക്കാം കേട്ടോ. കണ്ടോ, ലീഫ് കുത്തി കൊടുത്തതാണ് ഇത്. കുത്തി കൊടുത്തിട്ട് ഉണ്ടായത് അതുണ്ടോ, വേര് വന്നു. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ മുള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ലീഫ് വരാനുള്ള തുടക്കമാണ്. ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെ നട്ടാലും പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ NPK 19 ഇല്ലേ, അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാനിതിന് ചെയ്യാറ്. അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.